എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടോ ഇന്ത്യ കിടക്കണ്. നേപ്പാളിന്റെ ബോർഡർ കേട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ നേപ്പാൾ യാത്രയുടെ 3ാമത്തെ ദിവസമാട്ടോ ട്രെയിനിൽ വരുന്നത്. അപ്പൊ ഇന്നത്തോട് കൂടി ട്രെയിൻ യാത്ര ഇവിടെ അവസാനിക്കും. ഇന്ന് വൈകുന്നേരം ഒരു 5 മണി 5:30 ആകുമ്പോ ഗോകർണ എത്തും. മിഥിലാജ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ രാത്രി ഈ കടത്തട്ട കടന്നിക്കണേ. ഇവിടുന്ന് ഇങ്ങോട്ട് കാല് ഞാനും ഓൻ അവിടെ നിന്ന് ഇങ്ങോട്ടും. പക്ഷെ അവിടെ ഒരു ഓറഞ്ച് ഡ്രസ് ചെക്കൻ നിൽക്കണ്ടോ, ഓന് ജനറലിന്റെ ആളാണ്. ഇതിനാണ് ഓന സ്ലീപ്പറിൽ ഇങ്ങനെ മെരുങ്ങി കിടക്കുന്നത്. ഇതാണ് അവസ്ഥ. ട്രെയിനിൽ ഫുള്ള് ആൾക്കാരാണ്. ഇവിടെ നീച്ചിട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ സീറ്റ് പോകും. നമ്മളെ ടിക്കറ്റ് എടുത്താണ്ടൊന്നും കാര്യമില്ല. മിഥിലാജ് നീച്ച് പല്ലേക്കാതെ ഇരുന്നിട്ട് എന്താണ് കൊച്ചു കേക്കുന്നുണ്ട്. ആരും കേക്കിട്ട്. ഇതാണ് അവസ്ഥ ട്രെയിനിന്റെ. നമ്മൾ സ്ലീപ്പർ എടുത്തിട്ട് കൊണ്ട് കാര്യമില്ല. ഇങ്ങനെ ഇരിക്കണ്ടേ നമ്മൾ സ്ലീപ്പർ എടുത്താല് ജനറൽ പോലെ. രാവിലെ 7 മണിക്ക് നീച്ചാട്ടോ. വന്നിട്ട് ഇപ്പൊ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുവരെ ഞങ്ങളെ ബോഗിയിൽ ഫുൾ തിരക്കായിരുന്നു. ടോയ്ലറ്റ് പോകാനോ ഇന്ന് നിലത്തേക്ക് ഇറങ്ങാനോ ഒന്നും മാർഗണ്ടായില്ല. അപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഞങ്ങൾ AC-യുടെ കമ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടാണ്. ഇവിടുത്തെ AC-യുടെ ടോയ്ലറ്റ് ഇപ്പൊ ജനറൽ പോലെ അവസ്ഥ ആയിക്കോളും. കയറി കഴിഞ്ഞാൽ അതവസ്ഥ. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളെ സീറ്റിന് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തിരക്കടിച്ചിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഇനി അടുത്ത സ്റ്റോപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. AC-യുടെ അവിടെ അടിപൊളി കോഫി കിട്ടും. അപ്പൊ 2 ക്യാപ്സിനോ കോഫി വളരെ തപ്പി കിടക്കണം. അത് നടന്നു നേരെ നടന്നോ പിടിച്ചു ഞാൻ പോയാ ഈ പറഞ്ഞു മനസ്സിലാക്കി ഞാൻ ആളായിട്ട് വരാം. അങ്ങനെ അവസാനം ആളെ കിട്ടിട്ടോ. ഇതല്ല ഇത് ഒരു ഇതിന് 25 റുപ്യ കേട്ടോ. നേപ്പാൾക്ക് പോണ റൂട്ടിലെ ഗോണ്ട റൂട്ട് എന്നുള്ള സ്ഥലത്ത് കണ്ട വ്യൂ ആട്ടത്. ഫുള്ള് കൃഷി കാര്യങ്ങള്. ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് നല്ല അടിക്ക് ഇങ്ങനെ കോട ഇറങ്ങിയിട്ട് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങള് ഗോരഖ്പൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 3:30 എത്തിക്കുന്നു. ഇപ്പൊ നമ്മളൊപ്പല്ലേ ചെക്കന്മാരെല്ലാവരും അവിടെ. ഞങ്ങള് ഈ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഇത് ഷഹബാസിന്റെ വ്ളോഗ് എന്നിട്ടോ. ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം നല്ല വലിപ്പുണ്ട്. ഫുള്ള് റെയിൽവേ സ്റ്റേഷനാണ്. ചെക്കന്മാരെല്ലാരും ഫോട്ടോസ് വീഡിയോസ് കണസൊക്കെ ഉണ്ടല്ലേ നടത്തി മെല്ലിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ബസ്സോ അല്ലെങ്കിൽ കാറോ കിട്ടുമോ നോക്കണം. സൈനോലിക്ക് ഒരു കിട്ടില്ല വണ്ടി വരാണ്ട്. ഇതല്ലോ ഈ വരണല്ല. ടാക്സിക്കാരൊക്കെ ഭയങ്കര ചാമ്പലട്ടോ. ആളുമ്പോ 350, 200, 250 ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ബസ്സിൽ പോവാണ്. അവിടെ എഴുതിക്കോ താങ്ക്സ് വിസിറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് ബസ്സിൽ 100 റുപ്യ കേട്ടോ പെർ പറയുന്നത് പെർ ഡേ. നോക്കി നോക്കാം എന്തായാലും. ഈ ബ്ലൂ ഡ്രസ് ഇട്ടാളില്ലേ അയാൾ 250-ന് 2 വണ്ടി ഷിഫ്റ്റ് തരാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ കാറിൽ പോകുമ്പോ 2 മണിക്കൂറിൽ സൈനോലി എത്തും. ബസ്സിൽ പോവാണെന്നുണ്ടെങ്കിൽ സൈനോലിക്ക് 4 മണിക്കൂർ പിടിക്കും. അപ്പൊ ഞങ്ങള് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് പിന്നെ അവിടെ എന്താ പാട് എന്താ റേറ്റ് കറക്റ്റ് കൺഫേം ആക്കിയിട്ട് റേറ്റ് എന്ന് വെച്ചാൽ കാറിൽ തന്നെ പോട്ടോ. ഇവിടുത്തെ മാർക്കറ്റ് ആട്ടെ കാണുന്നത്. ഡൽഹി പോലെ തന്നെ. ഡൽഹിത്തെ ഈ വണ്ടിയൊക്കെ സവാരി വണ്ടിയൊക്കെ ഡൽഹിയിൽ തന്നെ. ശരിക്കും സാധനം മേറ്റാട്ടോ ടെന്റിന്റെ ഉള്ളിൽ ഇടുന്നത്. ബസ് എടുത്തിട്ടോ. ഞങ്ങള് ബസ് സ്റ്റോപ്പിൽ വരുന്ന ടൈമിൽ ഇവിടെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ച് പിന്നാലെ ലാഭത്തിന് കിട്ടി. 2200 പറഞ്ഞു. എത്രയൊക്കെ 2000-ന് കിട്ടി. ഇവിടെ 2.5 മണിക്കൂർ. അപ്പൊ ഞങ്ങളിതോ വണ്ടിയിൽ കയറിട്ടോ. ചെക്കുമ്പല്ലാരും വണ്ടി ഇനി 93 കിലോമീറ്റർ ഈ വണ്ടി. ഇവിടുത്തെ ടൗണാട്ടി കാണുന്നത്.
ഇവിടെ ബോർഡർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള് സിമ്മ് കാര്യങ്ങളൊന്നും പറക്കവില്ലോ. അപ്പൊ സിമ്മ് നമ്മളവിടുന്ന് പുതിയ എടുക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ മണി എല്ലാ കാര്യം അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മള് അവിടെ ചെന്നിട്ട് നമ്മൾ ഇന്ത്യൻ മണി മാറ്റണം, കറൻസി ചേഞ്ച് ചെയ്യണം. അപ്പൊ അത് അവിടെ തന്നെ ഉണ്ട് പറഞ്ഞിട്ടോ ഈ ഡ്രൈവർ. ഞങ്ങളിപ്പോ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയല്ലോ ഈ ഗോരഖ്പൂർക്ക്. ഇപ്പോ സ്ലീപ്പർ എടുത്തിരുന്നു. അപ്പൊ ഇനിയിപ്പോ ആരെങ്കിലും നമ്മള് വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ഈ ഒരു നേപ്പാൾക്ക് കാര്യങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ AC പോയാണ് ഏറ്റവും ബെറ്റർ. കാരണം മറ്റേ സ്ലീപ്പർ എടുത്തു കഴിഞ്ഞാൽ സ്ലീപ്പർ ഒന്നും സ്ലീപ്പർ ആവില്ല, അത് വെറും ജനറലിനെ ആൾക്കാരൊക്കെ കയറി വരും. TTR-നൊന്നും യാതൊരു വിലയില്ല അവിടെ. അപ്പൊ നിങ്ങളായിരിക്കും നല്ല സുഖത്തിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെക്കന്മാരൊക്കെ ആയിട്ട് കമ്പനി ആയി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ AC എടുക്കുക. AC എടുത്താൽ നിങ്ങൾക്ക് സുഖമായി വരാം. പിന്നെ നല്ല വൃത്തി ഉണ്ടാവും, ബാത്റൂം കാര്യങ്ങളായാലും ഒക്കെ നല്ല പക്ക വൃത്തി ഉണ്ടാവും. അപ്പോ ക്യാഷ് ഉണ്ടെങ്കിൽ AC നോക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. കുറച്ച് മുന്നേ കുട്ടിയാണെന്നുള്ളൂ. കുറച്ച് ഞങ്ങള് 2 മാസങ്ങളായിട്ട് ഉണ്ടാവും മുമ്പേ കറക്റ്റ് ഞങ്ങൾ ഈ ഒരു സ്ലീപ്പറിന് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് എന്നിട്ട് ലാസ്റ്റ് RAC കിട്ടിയത്. അത് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും RAC ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. RAC പോലും കൺഫേം ആയിട്ടില്ല സ്ലീപ്പർ കൊടുത്തിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകള്. അപ്പൊ AC നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1 മാസം 2 മാസം മുമ്പ് നോക്കാൻ AC നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇതൊരു കല്യാണ വണ്ടി കണ്ടാട്ടോ. ടോൾ പ്ലാസ കേട്ടോ. ഇവിടെ എത്ര രൂപ ചോദിച്ചൊക്കെ അയാളോട് ചോദിക്കും. 50 കൊറേ നേരമായിട്ടാ നിക്കണു, സാധനം പൊന്തില്ല. പൊന്തു ഇവിടെ ഞങ്ങള് പിന്നെ റിവേഴ്സിക്ക് പോയിരുന്നു കേട്ടോ. ആ സാധനം പൊന്തിയില്ല. എന്താ നടന്നു? എന്താ ചോദിച്ചൊക്കെ? എന്താ ചോദിക്ക അതിനോട്? ഹലോ, എന്താ പറയണ്ട്? പൈസ പൈസ അല്ല ഫാസ്ടാഗ് കോൺഫി മക്കളെ. ഇനി എങ്ങനെ പോവാ? അല്ലല്ല ഇതന്നെ കേറ്റാണെന്ന് പറഞ്ഞു. ഏത് കൂടെ? എന്താ കാർ റോക്സോ? അല്ല ഇവിടെ നിർത്തില്ല. പൈസ അവസാനം ഫാസ്ടാഗില് ക്യാഷ് ഇല്ലാത്തോണ്ട് ഞങ്ങള് റീചാർജ് ചെയ്ത് കൊടുക്കാം ഫാസ്ടാഗിന്. എന്നിട്ട് ഞങ്ങളുടെ ക്യാഷിന് ആ ഫണ്ട് കുറക്കും. അപ്പൊ അതാ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇയാളുടെ മുതലാളി വിളിച്ചെടുക്കുന്നില്ല അത്ര. അവസാനം 10 മിനിറ്റിന് ശേഷം ഞങ്ങള് കടന്നു കേട്ടോ. ഞങ്ങൾ തന്നെ ക്യാഷ് കൊടുക്കേണ്ടി വന്നു. പൊന്തു പൈസ ബജാവലി ഓ പൊന്തി 5:29 കേട്ടോ. 5:29 PM. ഇവിടുത്തെ ഇതൊക്കെ ഇരുട്ടായിക്കണ്. നമ്മളെ നാട്ടിലാകുമ്പോ ഈ ടൈമിലൊക്കെ കുട്ടികൾ കളിക്കാൻ പോണേ. അപ്പൊ കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഏകദേശം ബോർഡറിന്റെ അവിടെ എത്തിട്ടോ. ഇവിടുന്ന് 200 സംതിങ് എത്ര മീറ്റർ കേട്ടോ ബോർഡർക്ക് എത്താൻ. അപ്പൊ ഇതിനടുത്ത് ഇവിടെ ഒരു ATM ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ക്യാഷ് എടുത്തിട്ട് പിന്നെ ആ ക്യാഷ് റെഡി ക്യാഷ് നേരെ പോയിട്ട് നമ്മൾ അവിടെ പോയിട്ട് മാറ്റണം. നേപ്പാളിന്റെ ബോർഡർക്ക് എത്തിട്ടോ. ആ കാണുന്നതോ ഈ കൈ കൊണ്ടിത് അവിടെയാണ് അതിന്റെ ബോർഡർ. അങ്ങനെ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടോ ഇന്ത്യ കിടക്കണ്. നേപ്പാളിന്റെ ബോർഡർ കേട്ടോ. ഇതിന്റെ പിന്നിൽ അവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മളെ ആധാർ കാർഡ് മാത്രം മതി. വോട്ടർ ID-യോ പാൻ കാർഡോ ഏത് വെച്ചാലും ഇതട്ടോ ബോർഡർ. ഇതിന് കടന്ന നേപ്പാളാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഉള്ളത് നേപ്പാൾ ബോർഡറിന്റെ അടുത്താട്ടോ. ഈ കാണുന്ന നേപ്പാൾ ബോർഡർ. അപ്പൊ നിങ്ങൾക്ക് ഇനി കറൻസി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഇവിടെ തന്നെ കറൻസി ചേഞ്ച് ചെയ്യാം. അപ്പൊ ഞാൻ 1000 രൂപ കൊടുത്തിട്ട് എനിക്ക് കിട്ടിയതാട്ടോ. 1000, 1500, 100, 1600. അപ്പൊ നമ്മുടെ ഇന്ത്യൻ കറൻസി 1000 കൊടുത്താൽ നേപ്പാൾ കറൻസി നമുക്ക് 1600 തരും. ഇതിലാച്ച് കോടീശ്വരനായി. നേപ്പാൾ കറൻസി കേട്ടോ. പല മോഡൽ. നേപ്പാൾ കറൻസിയില് ഗാന്ധിജിക്ക് പകരം വെച്ചത് ആനയും പിന്നെ ഒരു മലി കേട്ടോ. ബാക്കിയിലൊക്കെ എന്താ നോക്ക്. ഇത് ഏതൊരു ഹോട്ടൽ പണിക്കാരെ യൂസ് ചെയ്തോണ്ട് ആകെ മഞ്ഞളായിക്കണു. ഇതുമേ മലയും
ഇതെന്താ കണ്ടാറോ? കങ്കാരു അല്ല കണ്ടാണ്ട്. ഇതില് 500-ന്റെ പുലി മല അല്ല അതിലുണ്ട് കേട്ടോ. ബോർഡറിന്റെ അങ്ങോട്ട് നേപ്പാൾ കിടക്കാൻ വേണ്ടി വരുന്നവര് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. വരുമ്പോ 8 മണിക്ക് ഇവിടെ ബസ് പോണത് നിൽക്കും. പിന്നെ 10 മണിക്ക് ബോർഡർ ക്ലോസ് ചെയ്യും. അപ്പൊ നിങ്ങൾ വരുമ്പോ ഈ ഒരു 2 ടൈമും കണക്കാക്കിയിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങുക. ചെറിയ വെളിച്ചത്തിന് ചെറിയ കമ്മി ഉണ്ടാവും കേട്ടോ. രാത്രിയാണ്. ഇങ്ങനെ നോക്കാം. ഓക്കെ. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് കേട്ടോ നമ്മള് ബോർഡർ കയറി വരിക. അപ്പൊ അവിടെ ഇങ്ങനെ ഈ ഒരു ഇതിൽ വന്ന ഇവിടെ ഷോപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ സിമ്മ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചേഞ്ച് ചെയ്യല്ല, നേപ്പാൾ സിം നമുക്ക് എടുക്കാം. അപ്പൊ ഞങ്ങള് സിമ്മ് നേപ്പാൾ സിം, നമ്മുടെ ഇന്ത്യൻ സിം ഇവിടെ വർക്ക് ചെയ്യൂല. അപ്പൊ നേപ്പാൾ സിം എടുക്കാൻ വന്നു കേട്ടോ. അപ്പൊ കറക്റ്റ് 10 മണിക്ക് 5 മിനിറ്റ് ഓടും. സാധാരണ ഇവിടെ ഷോപ്പ് അടക്കുന്ന ടൈം 10 മണിയാണ്. അപ്പൊ 10 മണിന്റെ 10 മിനിറ്റ് മുമ്പ് തന്നെ ഡോർ അടക്കണം. അപ്പൊ കണ്ടോ ഇവര് ഡോർ അടക്കണുണ്ടോ? അത് കഴിഞ്ഞാൽ പിന്നെ ഷോപ്പുകളോ കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരു റൂളാണ് ഇവിടെ. സിം ചേഞ്ച് ചെയ്യുന്ന ഷോപ്പാട്ടോ ഇവിടെ. ഓരോ സ്ഥലങ്ങളൊക്കെ ഫോട്ടോ. അപ്പൊ ഇനി ഞങ്ങള് അടുത്ത പ്ലാന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നേപ്പാളിന്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞ് ഇവിടുന്ന് പൊക്കാര എന്നുള്ള പ്ലേസ് കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പൊ ഇവിടുന്ന് സിമ്മ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് നേരത്തെ ഷോപ്പ് കയറി അവിടെ അയാള് വലിയ സീൻ ഉണ്ടാക്കുക. 10 മണിക്ക് അതിനെ കട അടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ഈ ബോർഡറിന്റെ ഭാഗത്ത് 10 മണിക്ക് ശേഷം കടകളൊന്നും തുറക്കാൻ പാടില്ല. 10 മണിക്ക് ശേഷം കടകളൊക്കെ അടക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ പോലീസുകാർ വന്നിട്ട് കട അടക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ആള് 5 മിനിറ്റ് പറഞ്ഞ് ഞങ്ങളെ നിർത്തി. പക്ഷെ ഞങ്ങളാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് സിമ്മിനെ പറ്റിയിട്ടോ 2 സിമ്മുണ്ട്. എൻസെല്ലുണ്ട്, പിന്നെ നേപ്പാൾ ടെലികോം ഉണ്ട്. നേപ്പാൾ ടെലികോം ആണ് ഈ ഹൈ റേഞ്ച് കാര്യത്തൊക്കെ ലോക്കൽ ഏരിയയിൽ കിട്ടുള്ളൂ. എൻസെല്ല് പറഞ്ഞ ഇവിടുത്തെ നോർമൽ നമ്മുടെ നാട്ടിലത്തെ ഐഡിയ അങ്ങനത്തെ മോഡ് സിമ്മാണ്. പിന്നെ ഇവിടെ സിമ്മിന് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്മിന് 200 റുപ്യ ഒരു സിമ്മിന്. ആ എൻസെല്ലാണെങ്കിൽ 200 റുപ്യയില് 1600 MB 60 റുപ്യ ടോക്ക് ടൈം ഉണ്ടാവും. എക്സ്ട്രാ 7 GB എത്ര 150 റുപ്യല്ലേ പറഞ്ഞ്? 150 റുപ്യ ഇന്ത്യൻ മണി കേട്ടോ. അതേപോലെ നേപ്പാൾ ടെലികോം ആണെന്നുണ്ടെങ്കിൽ ഈ 200 റുപ്യക്ക് സിമ്മിൽ 300 MB ഉണ്ടാവും. പിന്നെ ടോക്ക് ടൈം കുറച്ചുണ്ടാവും. 5 GB എക്സ്ട്രാ ആയിരുന്നെങ്കിൽ 150 റുപ്യ. നേപ്പാൾ ടെലികോമിൽ പൈസ ഇത് നെറ്റ് നമ്മള് മറ്റേ എൻസെല്ലിന്റെ സെയിം പൈസ തന്നെ വരുള്ളൂ. പക്ഷെ നേപ്പാൾ ടെലികോമിന്റെ ആകുമ്പോ നെറ്റും ടോക്ക് ടൈമും കുറയും. ആ ഒരു വ്യത്യാസമുള്ളൂ. പക്ഷെ ഹൈ റേഞ്ചിൽ ഇവിടെ അന്നപൂർണ്ണ ട്രക്കിംഗ് ഒക്കെ അല്ലെങ്കിൽ ട്രക്കിംഗ് എവിടെ ചെയ്യുകയാണെങ്കിലും നേപ്പാൾ ടെലികോം സിമ്മാണ് ബെറ്റർ എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഞങ്ങൾ പോയിട്ട് തന്നെ അറിയുള്ളൂ. ഇപ്പൊ അങ്ങോട്ട് ഞങ്ങൾക്ക് സിം എടുക്കാൻ പറ്റിയിട്ടില്ല. നാളെ രാവിലെ സിം എടുക്കുള്ളൂ. ഇവിടുത്തെ പ്ലാനിങ് ഇതുവരെ പ്ലാൻ ആക്കിയിട്ടില്ല. ഇവിടുന്ന് പൊക്കാരേക്കാട്ടെ പോണ്. ഇനി ഞങ്ങളെ പ്ലാന് പൊക്കാരേക്കാണ്. ഇവിടെ 10 മണിക്ക് ശേഷം വണ്ടികൾ ഉണ്ടാവില്ല. 8 മണിക്ക് ശേഷം ഇതും ഉണ്ടാവില്ല, ബസ്സും ഉണ്ടാവില്ല. 10 മണിക്ക് ശേഷം ബോർഡർ അടക്കും. കറക്റ്റ് 10 മണിന്റെ ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും ബോർഡർ നമ്മൾ കിടക്കും. പക്ഷെ കടന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ഇവിടെ സ്റ്റേ അടിക്കേണ്ടി വരും. ഞങ്ങളിപ്പോ പ്ലാൻ സ്റ്റേ അടിക്കണോ അതോ ഇനി വല്ല വണ്ടിക്ക് എന്തെങ്കിലും കൈയാട്ടിട്ട് പോകണം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പൊ ലാസ്റ്റ് ഞങ്ങൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എന്താ ഇവിടെ വെച്ചിട്ട് ഇവിടുത്തെ ഒരാൾ വന്നു. ഇവിടുത്തെ ആൾക്കാർ കൂടുതൽ ഫ്രണ്ട്ലി കേട്ടോ. അപ്പൊ ജസ്റ്റ് നമ്മൾ ഫ്രണ്ട്സിനോട് വർത്താനം പറയുന്ന പോലെ തന്നെ അവർ സംസാരിക്കണുള്ളൂ. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരെന്നെ പറഞ്ഞു ഇതേമാതിരി ഫ്രണ്ട്ലി അവിടെ നടക്കില്ല. അപ്പൊ ഞങ്ങളുടെ പ്ലാന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് ബുക്കാരാന്നുള്ള സ്ഥലത്തേക്ക് പോകട്ടോ. ഈ ഒരു വാനില് 12 ആള് സീറ്റിലുള്ള വാനില് ഞങ്ങൾ കൊണ്ടുപോകാനിട്ടുണ്ട്. അപ്പൊ ഈ 9 ആളെ വാനില് കൊണ്ടുപോകാന് നേപ്പാൾ മണി പറഞ്ഞു കഴിഞ്ഞാൽ 14,800 സെറ്റ് ആക്കണം. അപ്പൊ നമ്മൾ ഇന്ത്യൻ മണി നോക്കുമ്പോ ഒരാളുമേ 1000 മേലൊക്കെ വരും. 1010 അനക്കെന്താ ഇനി പറയല്ലേ? ഇവനൊക്കെ ഇന്ത്യ അറിയാം. 1010 റുപ്യ 1010 റുപ്യ റേഞ്ചിലാണ് മറ്റേ ഇവിടുന്ന് ഏത് ഇന്ത്യൻ മണി വരിക. ഇവിടുന്ന് കിലോമീറ്ററിന് കണക്ക് വരും. 153 കിലോമീറ്ററിന് ഉണ്ട്, 280 കിലോമീറ്ററിന് ഉണ്ട്. ഇവിടുന്ന് ഇപ്പൊ നമ്മള് സൊനോലിന്ന് പൊക്കാരേക്ക് പോവാന് സോനോലിന്ന് പൊക്കാരേക്ക് പോവാന് ഇപ്പൊ നമ്മള് രാത്രി ആയതുകൊണ്ടാണ് ഈ 9 ആൾക്കാർക്ക് 14,800 പറഞ്ഞത്. 14,800 ഒരാളുമ്പോ 1,644 റുപ്യ നേപ്പാളി മണി. ഈ ഒരു വണ്ടിയിലോട്ട് ഞങ്ങൾ പോകുന്നത് ഞങ്ങട്ട് ബുക്കാരേക്ക് 183 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ട് ഞങ്ങള് പോണ വണ്ടി ഇട്ടത് ഞങ്ങള് പൊക്കാരയില് ഞങ്ങൾ എടുത്ത റൂമിന്റെ അവിടെ വന്നു കേട്ടോ. ഗസ്റ്റ് ഹൗസ് എന്നാ പേര്. വണ്ടിയിലോട്ട് ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര ടയർഡായി ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. വന്ന വഴി അറിയുമ്പോ കുറച്ച് ടെററായിരുന്നു. ഫുൾ ഒരു സൈഡില് താഴ്ച, ഒരു സൈഡില് വലിയ മല കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ടാസ്ക് ചെയ്യുന്നു. പിന്നെ റോഡും ആകെ മോശമായിരുന്നു. പിന്നെ ഇയാളോ ഡ്രൈവിങ് പറഞ്ഞു കഴിഞ്ഞാൽ 100-110
ഇപ്പൊ അങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല, അങ്ങനെ ടയർഡ് കാര്യങ്ങൾ എല്ലാവരും മേലെ എല്ലാവരും ലഗേജ് കാര്യങ്ങളൊക്കെയാണ് വെച്ചത്. ഇതാട്ടോ ഫിജി ഗസ്റ്റ് ഹൗസ്. ഇനി അടുത്ത പൊക്കാരയിലെ കാഴ്ചകളൊക്കെ സെപ്പറേറ്റ് വീഡിയോ കാര്യം, ഇവിടെ ലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പൊക്കാരയ്ക്ക് വരുന്ന വരെയുള്ള ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ.